ഹബീബി. ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പോ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടെ ഒരാൾ പടച്ചട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് യുദ്ധം തുടങ്ങിയിട്ട് പൂച്ചക്കുട്ടികളായിട്ട്. ഇവരുടെ ഈ അതിർത്തി തർക്കം തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ട് കേട്ടോ. ഈ ബോർഡറിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പൂച്ചക്കുട്ടികളും സമ്മതിക്കില്ല, പൂച്ചക്കുട്ടികളെ ഈ ബോർഡറിന്റെ ഇപ്പുറത്തേക്ക് കിടക്കാൻ ലെമി സമ്മതിക്കില്ല. പൂച്ചക്കുട്ടികളുടെ സൈന്യത്തിൽ 4-5 പേരുണ്ടെങ്കിലും ലെമിയുടെ സൈന്യത്തിൽ ലെമി ഒറ്റയ്ക്കാട്ടാ. കാരണം ലെമി മോൺസ്റ്റർ ആണ്. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ആ യുദ്ധം കണ്ടു തീർക്കാനുള്ള ത്രാണില്ലാത്തതുകൊണ്ട് നമ്മൾ 14 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു മുടിവെട്ട് കടയിലേക്ക് മുടി വെട്ടാൻ പോവാണ് കേട്ടോ. പിന്നെ മുടിവെട്ട് കടയിലേക്ക് മുടിയല്ലാണ്ട് തല വെട്ടാൻ പോകാൻ പറ്റുമോ? ഈ സാലിക്ക് ഒരു മണ്ടം തന്നെ. ഇതാണ് നമ്മൾ ആ പറഞ്ഞ മുടിവെട്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 2-4 മുടി വെട്ടാൻ വേണ്ടിയിട്ട് 14 കിലോമീറ്റർ നട്ടപ്പാറ വെയിലത്ത് ഈ പൊട്ടൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അതിനൊരൊറ്റ കാര്യമുള്ളൂ. ഈ ഷോപ്പ് ഒരു 2 മാസം മുന്നേ വരെ എന്റെ സ്വന്തം ഷോപ്പ്. 22-ാം വയസ്സിൽ ഞാൻ തുടങ്ങിയ എന്റെ ആദ്യത്തെ സ്ഥാപനമാണിത്. ഇതിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. ഹെയർ കട്ടിങ്ങിന്റെ ABCD അറിയാത്ത ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇത് തുടങ്ങിയെന്ന് എനിക്കൊരു പിടുത്തില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മളൊരു 1 ഇയർ അടിപൊളിയായിട്ട് ഇത് ഓടിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റൊരു ഷോപ്പ് തുടങ്ങിയപ്പോൾ ഇതിലേക്ക് തീരെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ടൈം കിട്ടാതായപ്പോഴാണ് നമ്മൾ ഈ ഷോപ്പ് ഈ ബായിക്ക് കൊടുത്തത്. ഈ ബായി നല്ല അടിപൊളിയായിട്ട് ഈ ഷോപ്പ് നോക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. ഈ കഥ പറയുന്ന എന്റെ ഇടയിൽ എന്റെ മുടി വെട്ടി താടി വെട്ടി ഡീറ്റെയിൻ ചെയ്തു. നിങ്ങൾ ഇത് വല്ലതും ശ്രദ്ധിക്കണ്ട. മുന്നേ ഇടക്കിടക്ക് ഡീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ആ ഡീറ്റെയിന്റെ റിസൾട്ട് അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ നമുക്ക് വല്ലപ്പോഴൊക്കെ വന്ന് ചെയ്യുമ്പോൾ എന്ത് രസമല്ലേ വെളുത്ത്. ഞാൻ അങ്ങനെ അവിടുത്തെ ബാക്കി ഒരു രാറ്റിയും കൊടുത്ത് നമ്മൾ അവിടെ മെല്ലെ ഇറങ്ങി. അമ്മയുടെ വീട്ടിൽ പോയി കുളിച്ച് കുട്ടപ്പനായിട്ട് ഇർഫാനായിട്ട് പള്ളിയിൽ പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ നാട്ടിലത്തെ റോട്ടിലത്തെ പോസ്റ്റിലൊക്കെ സാരിക്കട പേര്. ഈ നാട്ടുകാരുടെ ഒരു കാര്യം. റമദാൻ മാസത്തിലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച കൂടാൻ പറ്റിയ സന്തോഷം നല്ല ടീമൂത്ത്. ഇന്നീ പള്ളിയിൽ മട്ടമന്തിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്റെ പോലും. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇർഫാനും നേരെ ഓക്സ്ബോൾക്ക് ജീൻസ് എടുക്കാൻ പോയിട്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച ജീൻസ് കിട്ടിയില്ല. കിട്ടിയത് ഒരു ചപ്പലായിരുന്നു. അപ്പൊ അതെടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോകും. വീട്ടിൽ നിന്ന് പിന്നെ എന്നത്തെയും പോലെ ഡ്രസ്സ് മാറി ഷോപ്പിൽ പോയി. അപ്പോ സെറീന